എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ ബാലപാഠം ഒന്നാം ഭാഗം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു വേദത്തിൻ്റെ ഭാഗം തന്നെയാണ്. ജ്യോതിഷം പഠിച്ചാൽ വേദം പഠിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ആചാര്യൻ നമുക്കായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. ആദ്യമേ നമുക്ക് ശ്ലോകം ശ്രദ്ധിക്കാം. ജ്യോതികൽപ്പോ നിരുക്തം ച ശിക്ഷാ വ്യാകരണം തഥാ ഛന്ദോ വിചിതിരേതാനി ഷഡംഗാനി വിദുശ്രുതേ എന്നാണ്. അതായത് വേദം, വൈദിക ക്രിയകൾ, വേദാധ്യായനം ഇവയുമായി ബന്ധപ്പെട്ട് 6 അംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ 6 ഘടകങ്ങളുണ്ട്. ഇവയും വൈദികമായ വിജ്ഞാനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവയെ വേദാംഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ് ശേഷമാണ് പ്രധാനമായിട്ടും ജ്യോതിഷവും വരുന്നത്. അങ്ങനെ 6 അംഗങ്ങളാണ്, ഷഡംഗങ്ങളാണ് വിദുശ്രുതേ. ശ്രുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം, വേദത്തിന് 6 അംഗങ്ങൾ ഉണ്ട് എന്ന് സാരം. അതിൽ ആദ്യമത്തെ നമുക്ക് ശിക്ഷ നോക്കാം. ശിക്ഷ എന്നാൽ ഉച്ചാരണ ശാസ്ത്രമാണ് ശിക്ഷ. വേദമന്ത്രങ്ങളും സൂക്തങ്ങളും എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പഠിപ്പിക്കുന്ന രീതിയാണ് ശിക്ഷയിലൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് കൽപ്പം. കൽപ്പം ആചാര അനുഷ്ഠാനങ്ങളെ വിവരിക്കുന്നതാണ്. ജനനം മുതൽ മരണം വരെയുള്ള വിവിധ സന്ദർഭങ്ങളിലെ ആചാരങ്ങൾ, മന്ത്രകർമ്മങ്ങൾ, യജ്ഞവിധികൾ, രാജ്യഭരണ ക്രമങ്ങളും കൂടാതെ വർണ്ണാശ്രമധർമ്മങ്ങളും എല്ലാം ഇതിലടങ്ങിയിരിക്കും. അതായത് നൂലുകെട്ട് മുതൽ നമ്മുടെ മരണാനന്തര ക്രിയകൾ വരെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൽപ്പത്തിലൂടെ പഠിപ്പിക്കുന്നു. അടുത്തതാണ് വ്യാകരണം. ഭാഷാശാസ്ത്രം തന്നെയാണ് വ്യാകരണം. വേദങ്ങൾ വായിക്കാനും ഗ്രഹിക്കുവാനും സഹായിക്കുന്നു. ഇതിന് ശേഷമാണ് നിരുക്തം, 4-മത്തത്. വൈദിക ശബ്ദങ്ങളുടെ അർത്ഥം അറിയാനും ഏത് ധാതുവിൽ നിന്നാണ് അവയുടെ ഉൽപ്പത്തി എന്നൊക്കെ നിരുക്തത്തിലൂടെയാണ് വ്യക്തമാക്കുന്നത്. കൂടാതെ 5-മതാണ് ഛന്ദസ്. സാമാന്യമായി പറഞ്ഞാൽ വൃത്ത നിർമ്മാണത്തിൻ്റെ വിധിയും നിർദ്ദേശവുമാണ് ഛന്ദസ്. വേദമന്ത്രങ്ങളുടെ അക്ഷരസംഖ്യകളും ഗുരു, ലഘു തുടങ്ങിയ ക്രമങ്ങളും ഇതിൽ അകപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിൽ വിവരിക്കുന്നു. അതിനുശേഷം 6-മത്തത്. വേദകാലത്ത് ജ്യോതിഷവിദ്യ അത്ര പ്രാപ്തിയും പരപ്പും നേടിയിരുന്നില്ല. വിവാഹാദി കർമ്മങ്ങളുടെ മുഹൂർത്തം, ഗ്രഹസ്ഥിതി, ത്രികാല പ്രവചനം എന്നിങ്ങനെ ജ്യോതിഷം വികാസം പ്രാപിച്ചത് പിന്നീടാണ്. യാഗാദികൾക്കുള്ള സമയം തീരുമാനിക്കുവാനാണ് വൈദിക കാലത്ത് മുഖ്യമായും ഈ ശാസ്ത്രം ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കലിയുഗത്തിൽ മനുഷ്യൻ്റെ ശുഭാശുഭ ഫലങ്ങൾ പറയുവാനും ഒക്കെയായിട്ടും ജ്യോതിഷത്തിനെ നമ്മൾ ഉപയോഗിക്കുന്നു. ജ്യോതിഷം വേദത്തിൻ്റെ കണ്ണുകളാകുന്നു എന്നാണ് ഇനി പറയുന്നത്. ആ ശ്ലോകം നമുക്ക് ആദ്യമേ ഒന്ന് ശ്രദ്ധിക്കാം. ചന്ദപാദോ ശബ്ദശാസ്ത്രം ച വക്രം കൽപ്പപാണി ജ്യോതിഷം ചക്ഷുഷി ച ശിക്ഷാഘ്രാണം സ്തോത്രമുക്തം നിരുക്തം വേദസ്യ അംഗാന്യേവ ആഹുർമുനീന്ദ്ര എന്നാണ്. ചന്ദപാദവും, ഛന്ദസ് അർത്ഥവും അല്ലെങ്കിൽ കാലുമാകുന്നു വേദത്തിൻ്റെ. അതുപോലെ തന്നെ ശബ്ദം മുഖമാകുന്നു, അല്ലെങ്കിൽ ഛന്ദശാസ്ത്രം അർത്ഥമാകുന്നു. അതുപോലെ തന്നെ ശബ്ദശാസ്ത്രം മുഖമാകുന്നു. കൽപ്പശാസ്ത്രം പാണി കരങ്ങളാകുന്നു. ജ്യോതിഷം ചക്ഷുഷീച്ച കണ്ണുകളാകുന്നു. ശിക്ഷ ഘ്രാണം, ശിക്ഷ മൂക്കും. സ്തോത്രമുക്തം നിരുക്തം, നിരുക്തം കേൾക്കുവാനുള്ള ചെവിയുമാകുന്നു. വേദസ്യ
അംഗാന്യേവ ആഹുർമുനീത. മുനീന്ദ്ര, ഇങ്ങനെയാണ് വേദത്തിൻ്റെ അംഗങ്ങളെ മുനീന്ദ്രന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കാം. അതായത് വേദത്തിൻ്റെ അല്ലെങ്കിൽ വേദപുരുഷൻ്റെ കാലുകൾ, മുഖം, കരം, കണ്ണ്, മൂക്ക്, ചെവി, ഇവയൊക്കെയാണ് ഈ പറയുന്ന 6 ശാസ്ത്രങ്ങളും എന്നാണ്. എല്ലാ ഇന്ദ്രിയങ്ങളിലും വെച്ച് കണ്ണുകളാണ് സർവ പ്രാധാന്യം. 6 വേദാംഗങ്ങളിൽ ജ്യോതിഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് അതിനെ കണ്ണിനോട് ഉപമിച്ചയിൽ നിന്നും വ്യക്തമായിട്ടുള്ളതാണ്. ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, പ്രപഞ്ചം, പ്രകൃതി, പ്രതിഭാസങ്ങൾ എന്നിവയുടെ പഠനം നടത്തുന്ന ജ്യോതിശാസ്ത്രം, ഗ്രഹനിലയനുസരിച്ച് ഫലങ്ങൾ പ്രവചിക്കുന്നത് ജ്യോതിഷവും. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ വ്യക്തമായ അതിർവരമ്പുകളൊന്നും ഇല്ലതാനും. പണ്ട് കാലക്രമേണ അവയ്ക്ക് തമ്മിൽ വ്യക്തമായ വേർതിരിവുണ്ടായി. യുക്തിയും നിരീക്ഷണവും ചേർന്ന വിജ്ഞാന ശാഖയാണ് ജ്യോതിശാസ്ത്രമെന്നും അയുക്തിയും അന്ധവിശ്വാസ ജടിലമാണ് ജ്യോതിഷമെന്നും ധാരണകൾ പ്രവചിച്ചു. അതിൽ ശാസ്ത്രം കള്ളം പറയില്ല, ശാസ്ത്രജ്ഞൻ കള്ളം പറയും എന്നൊരു ന്യായമുണ്ട്. കാരണം 120 വർഷം പഠിച്ചാലും, അതായത് ഒരു മനുഷ്യായുസ് പഠിച്ചാലും തീരാത്ത അത്ര കൊണ്ട് ജ്യോതിഷം മഹാസാഗരമാണ് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ടാകാം ഒരു ചോദ്യങ്ങൾക്കൊക്കെ ചില സമയങ്ങൾ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. കാരണം കലിയുഗത്തിൽ ഇതൊന്നും പഠിക്കുവാനും ഡീപ്പായിട്ട് പഠിക്കുവാൻ അത്രയ്ക്ക് താല്പര്യമുള്ള ആൾക്കാരും കുറവാണ്. അതായത് ഇതിനെ ഒരു തൊഴിലായി കരുതുന്നവർക്ക് ഒരിക്കലും ഇതിന് പഠിക്കുവാൻ കഴിയില്ല. കാരണം കുറച്ച് കാര്യങ്ങൾ പ്രശ്നം ആകുന്ന ഒരു ബേസ് പഠിച്ചതിന് ശേഷം ഒരു ഫലപ്രവചനത്തിലേക്ക് കടക്കുകയാണ്. പക്ഷെ അതെത്രമാത്രം സക്സസ് ആകുന്നു എന്നൊന്ന് ചിലവർക്ക് അവരുടെ ഉപാസനാ ശക്തി കൊണ്ടൊക്കെ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഫലവത്താകാം. പക്ഷെ എന്നിരുന്നാൽ തന്നെയും എല്ലാവർക്കും അതങ്ങ് ഉതകണം എന്നില്ല. കൈകാര്യം ചെയ്യുന്നവരുടെ പ്രമാദിത്യം കൊണ്ടോ അല്ലെങ്കിൽ പോരായ്മകളോ അതുമല്ലെങ്കിൽ അവരുടെ അബദ്ധങ്ങളോ ഒക്കെയാണ് ഇതിനൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് വരുത്തുവാനുള്ള കാരണം. ഋഷീശ്വരന്മാരായ ആചാര്യന്മാർ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും മനുഷ്യരെയും എല്ലാം പഠിച്ചും ചിന്തിച്ചും നിരീക്ഷിച്ചും വ്യക്തമായ ആധാരങ്ങളോടെ പടുത്തുയർത്തിയതാണ് ജ്യോതിശാസ്ത്രമെന്ന് വ്യക്തമാണ്. അപ്പോൾ ജ്യോതിഷം പഠിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഈ ഓരോ ദിവസവും ഓരോ ശ്ലോകം പഠിച്ചാൽ ഏറ്റവും നന്നായി. ഒരിക്കലും ഉപജീവന മാർഗം എന്നതിലുപരി ഇതിനൊരു പ്രചാരണം ഹൈന്ദവ ആചാരപ്രകാരമുള്ള എന്ന് വേണേൽ ചിന്തിക്കാം. ഇത് ഹിന്ദുസം മാത്രമല്ല, എല്ലാവർക്കും ഇത് പഠിക്കാവുന്നതാണ്. അപ്പോൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ടാവും. ധന ആഗമ മാർഗം എന്നതിലുപരിയായിട്ട് ഇതിനെ കരുതുക, പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അതല്ലേ നമ്മുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക. ഇനി അതുമല്ലെങ്കിൽ ജ്യോതിഷം പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും സഹായിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ.